ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സിമ്പിൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചെയ്യാൻ സ്റ്റിച്ചിങ്ങിൽ വലിയ എക്സ്പേർട്ട് ആകണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വക്കടിക്കാൻ അറിയുന്നവർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും. മിക്ക വീടുകളിലും ഉണ്ടാവും ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ ഷർട്ടുകൾ. എന്നാൽ ഇതുകൊണ്ട് നമുക്കൊരു കുട്ടി സ്കേർട്ടും ടോപ്പും അടിച്ചാലോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഷർട്ടിൽ നിന്ന് സ്കേർട്ട് കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് രണ്ട് അളവുകൾ മാത്രം മതി. ഒന്ന് ടോട്ടൽ ലെങ്ത്ത്, നമുക്ക് സ്കേർട്ട് തയ്ക്കേണ്ട ടോട്ടൽ ലെങ്ത്തും അതുപോലെ അരവണ്ണം, ഒരു സ്കേർട്ടിൻ്റെ അരവണ്ണം. ഈ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 15.5. നമുക്കതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കണം. എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ 15 കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് 17 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മളിത് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഷർട്ടിൻ്റെ താഴത്ത് നിന്ന് മുകളിലേക്ക് വേണം മാർക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് ടോപ്പിനുള്ള തുണിയും കൂടിയും കിട്ടുള്ളൂ. ഇനി മാർക്ക് ചെയ്ത ലൈനിലൂടെ സ്കേർട്ടിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്കേർട്ടിൻ്റെ തുണി കട്ട് ചെയ്തിട്ടുണ്ട്. സ്കേർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഈ ഷർട്ടിൻ്റെ താഴ്ഭാഗം ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നമുക്കിനി സ്കേർട്ട് തയ്ക്കുമ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മോൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം 1/2 ഇഞ്ച് മടക്കി പിന്നെ 1 ഇഞ്ചും കൂടി ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്കേർട്ട് എടുത്തിട്ട് അതിൻ്റെ അരവണ്ണം എത്രയാണെന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ 10 ഇഞ്ചാണ്. അപ്പോൾ ഒരു സൈഡ് 10 ഇഞ്ച് ആകുമ്പോൾ രണ്ട് സൈഡ് വരുമ്പോൾ 20 ഇഞ്ച്. ടോട്ടൽ അരവണ്ണം ഇപ്പോൾ നമുക്ക് കിട്ടിയത് 20 ഇഞ്ചാണ്. ഈ 20 ഇഞ്ചിൽ നിന്ന് നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു 3 മൈനസ് ചെയ്യണം. അപ്പോൾ 20 മൈനസ് 3 നമുക്ക് 17 ഇഞ്ചിൽ വേണം എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ശരിക്കുള്ള അരവണ്ണത്തിനെക്കാട്ടിലും 3 ഇഞ്ച് കുറച്ചെടുത്തിട്ടില്ലെങ്കിൽ സ്കേർട്ട് ലൂസായി പോവും. ഇനി നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു സേഫ്റ്റി പിന്ന് യൂസ് ചെയ്ത് നമുക്ക് ഈ എലാസ്റ്റിക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ എലാസ്റ്റിക്കിൻ്റെ 2 എൻഡും കൂടി കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതൊരു 3 തവണയെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിതിങ്ങനെ അതിൻ്റെ അകത്തേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് മുകളിൽ നിന്ന് തൊട്ടിട്ട് താഴെ വരെ സെൻറ്ററിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്കേർട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഷർട്ട് എടുത്ത് അതിൻ്റെ സ്ലീവും കോളറും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഷർട്ടിൻ്റെ പോക്കറ്റ് എടുത്ത് മാറ്റാം. തുണി ഇങ്ങനെ കറക്റ്റായിട്ട് പകുതി മടക്കി വയ്ക്കാം. ഇനി നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള പാകമുള്ളൊരു ടോപ്പ് എടുക്കുക. അത് കോട്ടൻ്റെ ടോപ്പൊക്കെ വെച്ചാൽ നല്ലതാണ്. വല്ലാതെ ബനിയൻ ക്ലോത്താണ് വെച്ചാൽ നമുക്ക് എടുക്കുന്ന അളവ് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഈ അളവിനെടുത്ത ടോപ്പും തുണീൻ്റെ മുകളിൽ കറക്റ്റായിട്ട് പകുതി മടക്കി വയ്ക്കുക. ഇതിപ്പോൾ ഫുൾ ലെങ്ത്ത് ഇതിൽ കിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഈ പീസ് തന്നെ വേറെ അഡീഷണലായിട്ട് എടുത്ത് വയ്ക്കണം, അല്ലെങ്കിൽ ഈ കളർ കോമ്പിനേഷൻ വരുന്ന വേറെ വല്ല പീസും ഉണ്ടെങ്കിൽ അതവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി.
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് വരെ ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ അളവ് ടോപ്പിൻ്റെ കഴുത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം. അത് നമ്മൾ തുണിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കയ്യിൻ്റെ അവിടെ കൈക്കുഴി, അതുപോലെ ഷേപ്പ്, അതൊക്കെ ഈ തുണീൻ്റെ നേരെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനിങ്ങനെ വെച്ചിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് വിടുന്നത്. ഇതിപ്പോൾ കറക്റ്റ് ഷേപ്പിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു 1.5 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണത്. ആ മാർക്ക് ചെയ്തേ കൂടെ വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വേറെ വേറെ മെഷർമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നാലേ അടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് അളവിൽ നിൽക്കുള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ട് നെക്കിൻ്റെ അത്ര ഇറക്കം ഉണ്ടാവില്ല ബാക്ക് നെക്ക്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നന്നായിട്ടൊക്കെ തയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വേറൊരു പീസ് വെച്ചിട്ട് മറിച്ചടിക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കഴുത്ത് ഫുള്ളും മടക്കി വെച്ചിട്ട് ഒന്നടിക്കാം. അതുപോലെ തന്നെ കൈക്കുഴി ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അടിക്കാം. ഇതുപോലെ ബാക്ക് സൈഡിലും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ നെക്കും കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 ഭാഗവും ഒരേപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുകൂടെ ഒരു 3 പ്രാവശ്യം അടിച്ചാൽ മതി. ഇനി നമുക്ക് സൈഡും കൂടി ജോയിൻ ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു 1.5 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1.5 ഇഞ്ച് സൈഡിൽ നിന്ന് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതിപ്പോൾ ടോട്ടൽ ലെങ്ത് ഇല്ല. അപ്പോൾ നമുക്കിനി എത്ര വേണമെന്ന് നോക്കിയിട്ട് എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ എത്ര ലെങ്ത് വേണമെന്നൊന്ന് നോക്കാം. ഈ ടോപ്പ് 15 ഇഞ്ചാണ് ഉള്ളത്. ഇനി നമുക്ക് ഇത് എത്ര ലെങ്ത് ഉണ്ടെന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ 11 ഇഞ്ചാണുള്ളത്. ടോട്ടൽ ലെങ്ത് 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 15 നിന്ന് ഈ 11 മൈനസ് ചെയ്താൽ 4 ഇഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 ഇഞ്ച് ലെങ്ത്തുള്ള തുണി വേണം. ഇതുപോലെ 5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പീസ് നല്ല വീതി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഫ്രില്ലിട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. അല്ല വീതി കുറവാണെങ്കിൽ സിംഗിൾ ഫ്രില്ലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ശരിക്കുള്ള ടോപ്പിൻ്റെ വീതി വരെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഫ്രില്ലിട്ടിരിക്കുന്നത്. ഇനി ഈ ടോപ്പിൻ്റെ നല്ല വശവും ഈ പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി കോളർ കട്ട് ചെയ്ത പീസിൽ നിന്ന് ഇങ്ങനെ ഒരു ഹെയർ ബാൻഡും ചെയ്തെടുക്കാം.
ഇനി ഈ ഉപയോഗിക്കാതിരുന്ന ഷർട്ടിൻ്റെ ന്യൂ വേർഷൻ ഒന്ന് കണ്ടാലോ?